കർത്താവെ, ഈ നിമിഷത്തിൽ ഞാൻ നിന്റെ മുന്നിൽ വരുന്നു. ഒന്നും ഒരുക്കാതെ, ഒന്നും അണിയാതെ, ഒന്നും മറയ്ക്കാതെ, ഞാൻ ഉള്ളതുപോലെ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതുപോലെ ഇവിടെ നിൽക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും നീ അറിയുന്നു. അവരുടെ പേര് നീ അറിയുന്നു. അവരുടെ മുഖം നീ കാണുന്നു. അവരുടെ ഉള്ളിലെ ഭാരം നീ തൊട്ടറിയുന്നു. അവരുടെ ഉള്ളിലെ നോവ് നീ അനുഭവിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന ഒരാളുണ്ട്. ഒരുപക്ഷെ അവർ കിടക്കയിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ ജോലിസ്ഥലത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുകയാണ്. ഒരുപക്ഷെ ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുകയാണ്. ഒരുപക്ഷെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. എവിടെയായാലും എന്തു ചെയ്യുകയായാലും ഈ നിമിഷം അവർ ഒറ്റയ്ക്കല്ല. നീ അവരോടൊപ്പമുണ്ട്. ഈ പ്രാർത്ഥന അവരുടെ ചെവിയിലെത്തുന്നതിന് മുന്നേ നിന്റെ കരം അവരുടെ തോളിലുണ്ടായിരുന്നു. ഈ വാക്കുകൾ കേൾക്കുന്നതിന് മുന്നേ നിന്റെ സ്നേഹം അവരെ ചുറ്റിയിരുന്നു. കർത്താവെ, ചിലപ്പോൾ നമുക്ക് വലിയ വാക്കുകൾ ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ശാന്തമായ സാന്നിധ്യം മതി. ആരെങ്കിലും അടുത്തിരുന്ന് ഞാൻ ഉണ്ട് എന്ന് പറയുന്നൊരു നിമിഷം മതി. ഒരു കൈ പിടിക്കുന്നൊരു നിമിഷം മതി. ഒരു നോട്ടം കൊണ്ട് നീ ഒറ്റയ്ക്കല്ല എന്ന് പറയുന്ന ഒരു നിമിഷം മതി. ഈ പ്രാർത്ഥന അങ്ങനെ ഒരു സാന്നിധ്യമാകട്ടെ. ആരും ന്യായം വിധിക്കാത്ത, ആരും ചോദ്യങ്ങൾ ചോദിക്കാത്ത, ആരും ഉപദേശം തരാത്ത ഒരിടം. ഇവിടെ നീയും ഞാനും. ദൈവമേ, ചിലപ്പോൾ ഈ ഭയം വ്യക്തമാണ്. ഒരു രോഗത്തെക്കുറിച്ചുള്ള ഭയം, ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഭയം, പണത്തെക്കുറിച്ചുള്ള ഭയം, ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയം, പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം, ആരോഗ്യം കൈവിടുമോ എന്ന ഭയം, ഭാവി ഇരുട്ടാകുമോ എന്ന ഭയം. ചിലപ്പോൾ ഈ ഭയത്തിന് കാരണമേ ഇല്ല. എന്തോ ഒന്ന് ഉള്ളിൽ കിടന്നമർത്തുന്നു. എന്തോ ഒന്ന് ശ്വാസം മുട്ടിക്കുന്നു. എന്തോ ഒന്ന് നെഞ്ചി ഞെരുക്കുന്നു. പക്ഷേ അതെന്താണെന്ന് പറയാൻ കഴിയുന്നില്ല. ആരോടും വിവരിക്കാൻ കഴിയുന്നില്ല. കർത്താവെ, ആ നിമിഷങ്ങളിൽ ഞങ്ങൾ ബലഹീനരാണ്. ചുറ്റുമുള്ളവരോട് പുഞ്ചിരിക്കുന്നു. എല്ലാം ശരിയാണ് എന്ന് പറയുന്നു. ഞാൻ ഓക്കെയാണ് എന്ന് നടിക്കുന്നു. പക്ഷേ ഉള്ളിലൊരു തീ കത്തുന്നുണ്ട്. ഒരു കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ഒരു തിരമാല ആഞ്ഞടിക്കുന്നുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ഒരു വേദന. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് ശരിയാകുമോ? അത് തെറ്റാകുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ശരിയായ വഴിയിലാണോ? ഞാൻ മതിയായ ഒരാളാണോ? ഈ ചിന്തകൾ ഉറക്കം കെടുത്തുന്നു. സമാധാനം മോഷ്ടിക്കുന്നു. സന്തോഷം അപഹരിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു, പക്ഷേ ഭാരം കുറയുന്നില്ല. ആഴ്ചകൾ കടന്നു പോകുന്നു, പക്ഷേ ഭയം ഒഴിയുന്നില്ല. നീ ഇതെല്ലാം കാണുന്നുണ്ട്. ഞങ്ങൾ പറയാത്ത വാക്കുകൾ നീ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഒളിപ്പിക്കുന്ന കണ്ണുനീര് നീ എണ്ണുന്നുണ്ട്. ഞങ്ങൾ മറയ്ക്കുന്ന വേദന നീ തൊടുന്നുണ്ട്. നീ അറിയുന്നു. എല്ലാം നീ അറിയുന്നു. ഒന്നും നിനക്ക് മറഞ്ഞ് ആ ദുരന്തം തൊടാതെ പോയത് ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ നീ എത്ര കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു എന്ന്. ഞങ്ങൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് നീ മാറ്റി നിർത്തി. ഞങ്ങൾ അറിയാത്ത ദുരന്തങ്ങളിൽ നിന്ന് നീ രക്ഷിച്ചു. ഞങ്ങൾ ചിന്തിക്കാത്ത ആപത്തുകളിൽ നിന്ന് നീ വിടുവിച്ചു. അത് ഞങ്ങൾ ഒരിക്കലും അറിയില്ല, ഒരിക്കലും മനസ്സിലാകില്ല. പക്ഷേ അത് സത്യമാണ്. അത് യഥാർത്ഥമാണ്. നീ മുന്നിൽ നടക്കുന്നു, വഴിയൊരുക്കുന്നു, തടസ്സങ്ങൾ നീക്കുന്നു. നീ പിന്നിൽ നിൽക്കുന്നു, കാവലാകുന്നു. പിന്തുടരുന്ന ഇരുട്ടിനെ തടയുന്നു. നീ ചുറ്റിലുമുണ്ട്. ഒരു മതിൽ പോലെ, ഒരു കോട്ട പോലെ, ഒരു പരിച പോലെ, ഒരു തീവളയം പോലെ. ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും നീ അവിടെയുണ്ട്. ഈ സംരക്ഷണം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ഹൃദയം കൊണ്ട് അറിയാൻ കഴിയും. വിശ്വാസം കൊണ്ട് തൊടാൻ കഴിയും. ആത്മാവ് കൊണ്ട് അനുഭവിക്കാൻ കഴിയും. ഈ വിശ്വാസം ഞങ്ങൾക്ക് തരേണമേ കർത്താവേ. ഈ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കണമേ കർത്താവേ. നിന്റെ വചനത്തിൽ നീ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിനക്ക് സഹായം നൽകും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവമേ, ഈ വാക്കുകൾ ഒരു പുസ്തകത്തിലെ വരികൾ മാത്രമല്ല. ഇത് നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു വാഗ്ദാനമാണ്. നിന്റെ ചുണ്ടുകളിൽ നിന്ന് ഉതിരുന്ന ഒരു ഉറപ്പാണ്. ഒരച്ഛൻ തൻ്റെ കുഞ്ഞിനോട് പറയുന്ന പോലെ, ഇരുട്ടിൽ ഭയന്ന് നിൽക്കുന്ന ഒരു കുട്ടി, നീ തളരുമ്പോൾ ഞാൻ ചുമക്കും എന്നാണ് ആ വലം കൈ. നിന്റെ നീതിയുള്ള വലം കൈ അതിപ്പോഴും നീട്ടിയിരിക്കുന്നു. ഞങ്ങളെ താങ്ങാൻ, ഞങ്ങളെ പിടിച്ചു നിർത്താൻ, ഞങ്ങൾ വീഴുമ്പോൾ ഉയർത്താൻ, ഞങ്ങൾ കരയുമ്പോൾ തുടയ്ക്കാൻ, ഞങ്ങൾ ഇടറുമ്പോൾ താങ്ങാൻ, ഞങ്ങൾ ഓടിയൊളിക്കുമ്പോൾ തേടി വരാൻ. ആ കൈ ഒരിക്കലും പിൻവലിക്കില്ല, ഒരിക്കലും ക്ഷീണിക്കില്ല, ഒരിക്കലും മടുക്കില്ല, ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ കൈ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നു, ഇപ്പോഴും ഈ നിമിഷവും. കർത്താവെ,
ഞങ്ങളുടെ കുടുംബത്തെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ സഹോദരങ്ങൾ ഓരോരുത്തരെയും നിൻ്റെ ചിറകിൻ കീഴിൽ മറയ്ക്കണമേ. മക്കളെക്കുറിച്ചുള്ള ഭയം ഒരു മാതാപിതാവിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട്. അവർ സ്കൂളിൽ പോകുമ്പോൾ, അവർ വളരുമ്പോൾ, അവർ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അവർ സ്വന്തം വഴി തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് നല്ലത് വരുമോ? അവർ സുരക്ഷിതരായിരിക്കുമോ? ഈ ലോകം അവരോട് ദയ കാണിക്കുമോ? ഈ ലോകം ആവുമോ? ഈ ലോകം അവരെ മുറിപ്പെടുത്തുമോ? ഈ ചോദ്യങ്ങൾ രാത്രിയിൽ ഉറക്കം കെടുത്തുന്നു, പകൽ മനസ്സിൽ കിടന്ന് കറങ്ങുന്നു. കർത്താവെ, ആ ഭയത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ സമാധാനം നൽകണമേ. ആ ആശങ്കയുടെ സ്ഥാനത്ത് നിൻ്റെ ഉറപ്പ് നൽകണമേ. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾ ഓരോ ദിവസവും ഒരു യുദ്ധം പോലെ. ആവശ്യങ്ങൾ തീരുന്നില്ല, ഉത്തരവാദിത്തങ്ങൾ കുറയുന്നില്ല, പ്രതീക്ഷകൾ ഉയരുന്നു, സമയം കുറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ചുവടുവയ്പ്പുകളും നീ നയിക്കണമേ. അവരുടെ ഓരോ വഴിയും നീ വെളിച്ചമാക്കണമേ. കർത്താവെ, ഇപ്പോൾ ഞാൻ നിൻ്റെ മുന്നിൽ എൻ്റെ ഹൃദയം മുഴുവനായി തുറക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടി ഞാൻ യാചിക്കുന്നു. ഓരോ ഹൃദയത്തിനും വേണ്ടി ഞാൻ മുട്ടിപ്പായി നിൽക്കുന്നു. ദൈവമേ, ഈ നിമിഷത്തിൽ ഭയത്തോട് പോരാടുന്നൊരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തെ നീ തൊടയണമേ. ആ ഭയത്തിൻ്റെ വേര് നീ പിഴുതെറിയണമേ. ആ മനസ്സിൽ നിൻ്റെ ശാന്തി പകരണമേ. ആ ചിന്തകളിൽ നിൻ്റെ സമാധാനം നിറയ്ക്കണമേ. ആ ഇരുട്ടിൽ നിൻ്റെ വെളിച്ചം കൊണ്ടുവരണമേ. ധൈര്യം നൽകണമേ കർത്താവേ. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ധൈര്യം, കാല് നിലത്ത് വയ്ക്കുമ്പോൾ ധൈര്യം, വീടിന് പുറത്തേക്കിറങ്ങുമ്പോൾ ധൈര്യം, ജോലിക്ക് പോകുമ്പോൾ ധൈര്യം, ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധൈര്യം, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ ധൈര്യം, ലോകമെതിരായി തോന്നുമ്പോൾ ധൈര്യം, ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ധൈര്യം, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ധൈര്യം, മുന്നോട്ട് വഴിയില്ല എന്ന് തോന്നുമ്പോൾ ധൈര്യം. വിശ്വാസം നൽകണമേ ദൈവമേ. കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കാനുള്ള ശക്തി, ഇരുട്ടിലും വെളിച്ചമുണ്ടെന്ന് വിശ്വസിക്കാനുള്ള കൃപ, കൊടുങ്കാറ്റിലും നീ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഉറപ്പ്, ഒന്നും കാണാനില്ലെങ്കിലും നീ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ആത്മബലം, ഉത്തരം കിട്ടിയില്ലെങ്കിലും നീ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഞങ്ങൾ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും നിൻ്റെ ചിറകിൻ കീഴിൽ മറക്കണമേ. നിൻ്റെ കരങ്ങളിൽ സൂക്ഷിക്കണമേ. ദൈവമേ, ഇപ്പോൾ ഞാൻ സംഭവിക്കാത്ത കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ അറിയാത്ത അപകടങ്ങളിൽ നിന്ന് നീ കാത്തു. ഞങ്ങൾ കാണാത്ത ദുരന്തങ്ങളിൽ നിന്ന് നീ മാറ്റി. ഞങ്ങൾ ചിന്തിക്കാത്ത ആപത്തുകളിൽ നിന്ന് നീ രക്ഷിച്ചു. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ദുരിതങ്ങളിൽ നിന്ന് നീ വിടുവിച്ചു. ഈ സംരക്ഷണം ഞങ്ങൾ കാണുന്നില്ല, പക്ഷേ അത് സത്യമാണ്. സംഭവിക്കാതെ പോയ ഓരോ തിന്മയ്ക്കും നന്ദി. വരാതിരുന്ന ഓരോ കൊടുങ്കാറ്റിനും നന്ദി. തട്ടാതെ പോയ ഓരോ അപകടത്തിനും നന്ദി. പടരാതെ പോയ ഓരോ രോഗത്തിനും നന്ദി. നീ ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ നീ വരാതെ തടഞ്ഞ കാര്യങ്ങൾക്ക് നന്ദി കർത്താവേ. ഞങ്ങൾ ഒരിക്കലും അറിയാത്ത ആ കാവലിന് നന്ദി. ഇപ്പോൾ ഞാൻ പേര് പറയാനാകാത്ത ഭയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില ഭയങ്ങൾക്ക് വാക്കുകളില്ല, ചില ആശങ്കകൾക്ക് പേരില്ല, ചില വേദനകൾക്ക് രൂപമില്ല. ഉള്ളിലെവിടെയോ ഒരു ഇരുട്ട്, എവിടെ നിന്ന് വരുന്നു എന്നറിയാത്തൊരു ഭാരം, ആരോടും പറയാൻ കഴിയാത്തൊരു വേദന, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരു ഞെരുക്കം. ആ ഭയങ്ങളും നീ അറിയുന്നു. ഞങ്ങൾ പറയാത്ത വാക്കുകൾ നീ കേൾക്കുന്നു. ഞങ്ങൾ വിവരിക്കാത്ത വേദന നീ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഒളിപ്പിക്കുന്ന ഇരുട്ട് നിനക്ക് വെളിച്ചം പോലെ തെളിഞ്ഞു കാണുന്നു. ആ പേരില്ലാത്ത ഭയങ്ങളെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ആ ഇരുട്ടിൽ നിൻ്റെ വെളിച്ചം പ്രവേശിക്കട്ടെ. ആ ഭാരത്തിൽ അവരുടെ ബലഹീനതയിൽ നീ ശക്തിയാകേണ്ടമേ. അവരുടെ ഭയത്തിൽ നീ ധൈര്യമാകേണ്ടമേ. അവരുടെ സംശയത്തിൽ നീ വിശ്വാസമാകേണ്ടമേ. ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നീ കൂടെയുണ്ട്. ഞങ്ങൾ ഭ്രമിക്കേണ്ടതില്ല, നീ ഞങ്ങളുടെ ദൈവമാണ്. നീ ശക്തീകരിക്കും, നീ സഹായിക്കും. നിൻ്റെ വലം കൈ ഞങ്ങളെ താങ്ങും, ഇന്നും നാളെയും എന്നേക്കും. ഒരിക്കലും വിടാതെ, ഒരിക്കലും മുമ്മാറാതെ, ഒരിക്കലും ഉപേക്ഷിക്കാതെ. ഈ പ്രാർത്ഥന ഇവിടെ നിൽക്കുന്നില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തുടരട്ടെ. ഒരുപക്ഷെ ഇന്ന് വീണ്ടും കേൾക്കാം, ഒരുപക്ഷെ നാളെ കേൾക്കാം, ഒരുപക്ഷെ ഒരു ബുദ്ധിമുട്ടുള്ള നിമിഷത്തിൽ കേൾക്കാം, ഒരുപക്ഷെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കേൾക്കാം. ഈ വാക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ഭയം വരുമ്പോൾ ഈ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. ആശങ്ക ഉയരുമ്പോൾ ഈ വാക്കുകൾ വീണ്ടും കേൾക്കാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്.
ഈ ചാനൽ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നടക്കാം, ഒരുമിച്ച് വിശ്വസിക്കാം, ഒരുമിച്ച് ധൈര്യപ്പെടാം. കർത്താവെ, ഈ പ്രാർത്ഥന അവസാനിക്കുകയാണ്. പക്ഷേ നിന്റെ സാന്നിധ്യം അവസാനിക്കുന്നില്ല. ഈ വാക്കുകൾ നിലയ്ക്കും, പക്ഷേ നിന്റെ കാവൽ നിലയ്ക്കുന്നില്ല. ഈ ശബ്ദമടങ്ങും, പക്ഷേ നിന്റെ സ്നേഹമടങ്ങുന്നില്ല. ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഹൃദയത്തിൻ്റെയും മേൽ നിന്റെ സമാധാനം വർഷിക്കണമേ. ഒരു മഞ്ഞ് പോലെ, ഒരു കുളിർ കാറ്റുപോലെ, ഒരു പുലർക്കാല വെളിച്ചം പോലെ, ഒരു മഴയ്ക്ക് ശേഷമുള്ള മണ്ണിൻ്റെ ഗന്ധം പോലെ. മെല്ലെ, പതുക്കെ. ആമേൻ.